കുമ്പള ടോൾ ബൂത്തിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിൽ രോഗിയുണ്ടാവും. ആ രോഗിയെയും കൊണ്ട് രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്ന ആംബുലൻസാണ്. ടോൾ ബൂത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആംബുലൻസിന് പോകാനുള്ള ഒരു സൗകര്യം, അതിലെ മറ്റ് വാഹനങ്ങളൊന്നും പോവാതെ ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യം തീർച്ചയായും ഒരുക്കി വെക്കണം. ഇപ്പോൾ ആംബുലൻസിൽ സാധാരണക്കാർ മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും ആംബുലൻസിൽ പോകേണ്ട അവസ്ഥയിലുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആംബുലൻസ്, ജനങ്ങൾ മാത്രമല്ല രോഗിയാവുന്നത് എന്നും കൂടി ചിന്തിക്കുക രാഷ്ട്രീയ പ്രവർത്തകർ. സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ആംബുലൻസിനെ ഏതെങ്കിലും ഒരു വാഹനം വഴി കൊടുക്കാതെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെ വിമർശിക്കാനുണ്ടാവും. പക്ഷേ ഇതിനെ എങ്ങനെ വിമർശിക്കും? അവർ തടസ്സപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ആരെങ്കിലും അവിടെ ഇല്ല ആൾക്കാർ നിന്നുകൊണ്ട് ആ തടസ്സം മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയും ബ്ലോക്കുകൾക്കിടയിൽ നിന്ന് ഇനി ആംബുലൻസ് ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എത്തുമ്പോൾ ആ രോഗി എന്താവുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിനെ ആരോട് കുറ്റം പറയും? ഒരു പോലീസുകാരൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്.